ഹലോ, ഇന്ന് നമ്മൾ കോവയ്ക്കും തക്കാളിയും മാങ്ങയും വേണം കറി വയ്ക്കാൻ പോകണേട്ടോ. അതെങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. കോവയ്ക്കൊരു 5-10 എടുക്കുക. ചെറുതാണ്, അപ്പോൾ ഒരു 5-10 കോവയ്ക്ക് എടുക്കാം. 2 തക്കാളി, ഒരു സബോള, 3-4 പച്ചമുളക്. അത് നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലെടുക്കാം. മുളക് പൊടിയും കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇന്നൊരു കഷ്ണം ഇഞ്ചി, വേപ്പില. എന്നിട്ട് ഈ കോവയ്ക്കേനെ നമ്മൾ അടുപ്പത്തിട്ട് കോവയ്ക്കും ഈ സവാളയും കൂടി നമ്മൾ അടുപ്പത്തിട്ടൊന്ന് വാട്ടിയെടുക്കും. അപ്പോൾ കോവയ്ക്കും സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും കൂടി നമ്മൾ ചട്ടിയിലിട്ടു. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് നല്ലോണം വെള്ളം വലിച്ചെടുക്കാം. അല്ല, നല്ലോണം വെള്ളം വലിയ. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടും. എന്നിട്ട് കുറച്ചൊന്ന് വാടി കഴിയുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പതുക്കെ സവാള വാടുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു അധികം വെളിച്ചെണ്ണയും ഒഴിക്കേണ്ട വാടാനായിട്ട്. പതുക്കെ ഏറ്റവും തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ വാട്ടണം എന്നുണ്ടെങ്കിൽ. നമ്മൾ എന്ത് കറിക്കും വയ്ക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് സവാള വാട്ടുമ്പോൾ അതിനൊന്ന് തളർന്ന് കിട്ടും. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതായി കഴിയുമ്പോൾ എന്നിട്ട് വേണ്ട. ഇപ്പോൾ ഇത്തിരി സവാള ഒന്നിത്തിരി വലിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ രണ്ട് കയ്യിൽ അങ്ങനെ. ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ ചട്ടിയിലിടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 2 കയ്യിൽ ഞാൻ ഇങ്ങനെ അളക്കാറൊന്നുമില്ല. അങ്ങനെ ഒരു വ്യത്യാസം വെച്ചങ്ങ് ഒഴിക്കും നമുക്ക് വാട്ടാൻ അനുസരിച്ച്. അപ്പോൾ 2 കയ്യിൽ ഇതിന് 2 കയ്യിൽ ഒഴിക്കാം. അങ്ങനത്തെ ഒരു കയ്യിൽ ചെറിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂണോ അങ്ങനെയൊക്കെ ഒഴിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വാടിക്കിട്ടണ്ടേ, ചെറുതായിട്ടൊന്ന് വാടിക്കിടണം. എന്നാലാണ് ഈ കറക്കി. ആ തീ കുറച്ചിട്ടിട്ട് തന്നെ നമ്മൾ വാട്ടണം. തീ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാടലിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. തീ കുറച്ചിട്ടിട്ട് വാട്ടുമ്പോൾ പതുക്കെ വാടുന്നു കണ്ട. ഏറ്റവും സിമ്മിലിടണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് കൂട്ടി വയ്ക്കാം. ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ സവാളേനെ ഒന്ന് ഇതാക്കിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി കോളം കൂട്ടിയിട്ട് ഇതൊക്കെ വാട്ടിയെടുക്കാം. കണ്ട. അപ്പോൾ ഈ കോവയ്ക്കയുടെ വെള്ളമൊക്കെ ഒന്ന് വലിയും അങ്ങനെയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലിടാം. ഒരു സ്പൂണ് നിറച്ച് നല്ല ചില മഞ്ഞൾപ്പൊടിക്ക് ഭയങ്കര കുത്തുണ്ടാവും. അപ്പം അങ്ങനെ ഇടരുത്. അത് ഇതിലൊന്ന് വാട്ടാം. ആ മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് ഇതായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾക്ക് മുളക് പൊടി ഇടാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട് കൂടുതൽ. അപ്പോൾ നമുക്കൊരു സ്പൂണും കൂടി മുളക് പൊടി ഇടാം. സ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അധികം ഇതാവണ്ട കേട്ടോ, മൊരിഞ്ഞ് ഇതാവണ്ട. ഒന്ന് വാടി എടുക്കുക. എരിവ് കൂടുതൽ മുളക് പൊടിക്കാതെ പച്ചമുളകിന് ഇതും ഒരു ഇതാവണ്ട. അത് ഒരു സ്പൂണൊന്നും പറയണ്ട കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പാകത്തിന് ഉപ്പിടണ്ടേ. ഞാൻ ചീഞ്ചട്ടി അടുപ്പത്തിട്ടുണ്ട്. അതെ, നമ്മുടെ ഒന്ന് ഇതായിട്ടുണ്ട്. ചെറുതായി ഒന്നൊരു മീഡിയത്തിലിടാം. തക്കാളിക്ക് വെള്ളം കിട്ടാം. തക്കാളിയുടെ വെള്ളം ഒന്ന് സെറ്റാവാൻ വേണ്ടി നല്ലൊരു തക്കാളിയുടെ പച്ചക്കൊത്ത് പോകണ്ട നമുക്ക്. അതങ്ങനെ ഞാൻ നാളികേരം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പാൽ ഉപ്പ് വെച്ചു, പിന്നത്തെ പാലാണത്. പിന്നത്തേന്ന് വെച്ചാൽ 2 പ്രാവശ്യം പിഴിഞ്ഞു. എന്നിട്ട് ഇതങ്ങനെ ഒരു ബേക്കലേക്ക് ഇട്ടിട്ടുണ്ട്. ഒത്തിരി നേരം 2 മിനിറ്റ് ഒന്ന് അതൊന്ന് ഇതാക്കി കൊടുക്കാം. ഇപ്പോൾ മതി. ഇനി നമ്മൾ നാളികേരപ്പാൽ ഇത് ഒഴിക്കാൻ പോകുന്നില്ല. കണ്ടേ, നാളികേരപ്പാൽ ഒഴിച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിതിനൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കാം. ഇതും കൂടി വെള്ളത്തിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പം വേവണ്ടേ.
ഞാൻ കുറച്ചും കൂടി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഇങ്ങനെ വെച്ച്. ഇതാണ് ഇപ്പോൾ നമ്മൾ കോവയ്ക്കും തക്കാളി മാങ്ങയും കൂടി വെക്കണം. ഇനി ഇത് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇത് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി പൊടി തിളച്ചുകൂട്ടാം. തിളച്ച് കഴിയുമ്പോൾ ഇതൊന്നും അങ്ങനെ ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ നാളികേരത്തിൻ്റെ ആ ഒരു നല്ല കട്ടിപ്പുള്ള സ്ഥലമൊക്കെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നിന്ന് നടക്കിൽ മാത്രം തിളക്കി. ഇതൊന്നും നമ്മൾ ഫുള്ളും ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് ഏറ്റവും സിമ്പിളല്ല, ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞ് ഇത് തിളക്കട്ടെ. എന്നിട്ട് തിളച്ചൊന്ന് വെക്കണം. അതേനാ നമ്മുടെ കറി തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ച തേങ്ങാപ്പാൽ അതിൽ 2 വേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് നമ്മൾ ഇത് വയ്ക്കാം. ഇളക്കാം നല്ലോണം. നമുക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ പാത്രത്തിലൊത്തുണ്ട് ഒഴിച്ച് നമുക്ക് ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഇറക്കി ഒഴിക്കാം. അല്ലെങ്കിൽ വെറുതെ കളയണ്ടില്ല. അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് ഒരു നുള്ള് പഞ്ചസാര, ഒത്തിരി കൊണ്ട് പഞ്ചസാര നമുക്ക് ഇടാം. അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്നിങ്ങനെ പിടിക്കും. ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഈ തള അങ്ങനെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ വെച്ച് തിളച്ചു. നമ്മൾ ഇതിനാക്കി ഇനി നമ്മളിത് കച്ചാനിട്ട് 4 ചെറുള്ളി എടുത്ത് 2 വേപ്പിലെടുത്ത് എന്താ ഇഷ്ടമുള്ളത് എടുക്കുക. 2 വേപ്പിലെടുത്ത് ഇതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് കാച്ചാം.